ഈ പറയുന്ന ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് എന്താ അറിയോ? മയിലിന്റെ പുറത്തിരിക്കുന്ന ഒരു ദേവനാണ്. മയിലിന്റെ പുറത്തിരിക്കുന്ന ഒരു ദേവനെ ആരാധിക്കുന്നു എന്നതിന്റെ പേരിലാണ് ഇറാഖിലെ യസീദികളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് മയിലിന്റെ പുറത്തിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പാപമില്ല എന്ന് കരുതുന്ന ആളുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാഖിൽ പോകണം എന്നാണ് കരുതിയിരുന്നത്. ഇറാഖിലാണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ദുർബലരായ, ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത യസീദികൾ എന്ന് പറയുന്ന ഒരു ചെറിയ ജനവിഭാഗം. ലോകത്ത് 5, 10, 20 ലക്ഷം ആളുകൾ മാത്രമേ ഉള്ളൂ. അവരെ ഇസ്ലാമിക തീവ്രവാദികൾ കൂട്ടത്തോടെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക. യസീദികളെ കൊന്നൊടുക്കുകയല്ല, കൊന്നു തിന്നുകയാണ്. ലിറ്ററലി, അക്ഷരാർത്ഥത്തിൽ യസീദി കുഞ്ഞുങ്ങളെ കണ്ടിച്ച് കറിവെച്ച് അവരുടെ അമ്മമാരെ കൊണ്ട് കഴിപ്പിക്കുന്ന തരത്തിലുള്ള ഭീകരത ലോകത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ നാദിയ മുറാദിന്റെ ഒരു ഇരയായ നാദിയ മുറാദ് എഴുതിയ ലോകപ്രസിദ്ധമായ പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ചാൽ നമ്മൾ ഞെട്ടിത്തെറിച്ചു പോവുകയല്ല, ബോധം കെട്ട് വീഴും. അങ്ങനെ യസീദികൾ ലോകത്തെമ്പാടും പീഡിപ്പിക്കപ്പെടും. അവർക്ക് ഇറാഖിൽ ഈ IS ഭീകരരുടെ ആക്രമണങ്ങളൊക്കെ നേരിട്ട് ഇവർ ഇറാഖിലെ മലനിരകളിലേക്ക് ഓടിപ്പോയി. അവിടെ ഇറാഖിലെ മലനിരകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു യസീദി ക്ഷേത്രമുണ്ട്, ലാലിഷ് ടെമ്പിൾ എന്ന് പറയും. ആ ലാലിഷ് ടെമ്പിളിന്റെ ഒരു ചിത്രം ഞാൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്തറിയോ? ലാലിഷ് ടെമ്പിളിന്റെ പൗരാണികമായ ഇറാഖിലെ ഈ ലാലിഷ് ടെമ്പിളിന്റെ ഭിത്തിയിൽ വരച്ചു വെച്ചിരിക്കുന്നു ഒരു നിലവിളക്ക്. അവിടെ നിലവിളക്കിന്റെ മുന്നിൽ നമ്മുടെ ഭാരത സ്ത്രീകളെ പോലെ ചേല ചുറ്റിയ ഒരു സ്ത്രീ നിലവിളക്കിനടുത്ത് നിൽക്കുന്നു. അവിടെ പീലി വിടർത്തി നിൽക്കുന്നുണ്ട് ഒരു മയില്. ഇത് മാത്രമല്ല, തബൂസ് മലിക് എന്ന് പറയുന്ന അവരുടെ ഒരു ദേവദാസ 7 മാലാഖമാരിൽ ഒന്ന്